പിന്നെ കേരള കൊണ്ട് കയറി, അല്ല കേരള കൊണ്ട് ഇറങ്ങി അവിടുന്ന് കയറി. കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ ഉണ്ട്, കുറവാണ്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും പെരുന്നാളിൻ്റെ ഹോളിഡേ ആണല്ലോ, രണ്ടുകൊണ്ടും ആളുകൾ കുറച്ചുണ്ട്. ഇഷ്ടംപോലെ തമിഴ്നാട്ടിൽ നിന്നും അണ്ണന്മാരുണ്ട്, ഇഷ്ടംപോലെ. അതുപോലെ മലയാളികളെക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ ആൾക്കാരുള്ളത്. പിന്നെ സാധനം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. വെള്ളമുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങാനൊന്നും കഴിയില്ല തോന്നുന്നു, നമ്മളെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട്. ഇത് ഓക്കെയാണ്, നിങ്ങൾ ഇറങ്ങി, എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ അടുത്തത് നേരെ കുരിശ് വാലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ, അല്ലേ 1.25 മണിക്കൂർ, 46 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടാണ് കുരിശ് വാലിക്കുള്ളത്. പോകുന്നത് വേണം. കേരള കുണ്ട് എന്നുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വേനൽക്കൊക്കെ നമ്മളെ ബോഡി ഒന്ന് തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാനും തണുപ്പിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. ഞാൻ ഫസ്റ്റ് ടൈം പോവാണ്, എല്ലാവർക്കും പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് പോകേണ്ട സ്ട്രൈറ്റ് ആണ്. ഇവിടെ മുന്നേ അത് കണ്ടിട്ടൊന്നുമില്ല. നെക്സ്റ്റ് പോലീസ് പാലക്കാട് ഉണ്ട്, എന്തൊക്കെ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. മുന്നൊരു വണ്ടി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, അങ്ങനെ എന്തോ പോവാന്നാണ്, എന്താ അറിയില്ല, ചോദിച്ചോട്ടെ. പോകേണ്ടത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു. ഇവിടെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഈ കിടക്കണേ, ഇതാണ് കുരിശ് വാലി ഈ പോണത്. അപ്പം നമുക്ക് എടേരം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പിടിക്കാന്നാണ് പ്ലാൻ. അപ്പം അതിങ്ങനെ റോഡ് കണക്റ്റഡ് ആണ്, അതാണ് ഇപ്പോൾ അടുത്ത് വരുന്നത്. ഓല് ഇതവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആക്കി, ഇവിടെ അടുത്ത് പിരിവ് തുടങ്ങിക്കണ്. ആക്കിയിട്ട് കഴിഞ്ഞ ആളുകളെ വിടുള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ പലവട്ടമായി എപ്പോഴും കയറി വന്നിന്നും ഇറങ്ങിന്നും ചിലയെന്നും. എന്തായാലും പിരിവ് തുടങ്ങട്ടെ, നമുക്ക് താഴത്ത് പോയിട്ട് കയറി വെക്കാം. വൈബ് എല്ലായിടത്തും ഇറക്കുറേ സെയിമാണ്, നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മേലേക്ക് കയറാം. പ്ലാനിൽ ചെറിയൊരു മാറ്റം, എടേരം കിടക്കുന്നത് എവിടെയാണ്, ഇവിടെ ഒരു തരിശോട് നടുകാണ്ടൊരു സ്ഥലം, അതും ഏറെക്കുറെ ഇതിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ തരിശോട് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമ്മൾ അവിടെ എത്തിയിട്ട് പറയാം. എന്തായാലും സംഭവം ഡെസ്റ്റിനേഷൻ സെയിം തന്നെ. വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതേമാതിരി ഇവിടെ നിർത്തുന്നു, അങ്ങോട്ട് പോകുന്നു. ഞങ്ങൾ 4 പേരിൽ ഞാനും ഷബാനും പല വട്ടമായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് കുരിശ് വാലി. നല്ല ഭംഗിയുള്ള, നല്ല ഇതേപോലെ നമ്മൾ കുളിക്കാനും ഇറങ്ങാനും ബോഡി തണുപ്പിക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ്. ഒപ്പമുള്ള ബാക്കി 2 ആളുകൾ ഫസ്റ്റ് ടൈമാണ്. ഇതുവരെ ഈ പോലീസിൻ്റെ റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ടൂറിസത്തിൻ്റെ പരിപാടി നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയണത്. എന്തായാലും നമ്മൾ താഴത്തുനിന്ന് മേലെ കയറാമെന്ന് വെച്ചു. വണ്ടിയൊക്കെ സൈഡാക്കി സംഭവം അവിടെ എത്തും എന്തായാലും. മറ്റേത് നമുക്ക് വേണ്ട സ്ഥലത്ത് പോയി ഇറങ്ങായിരുന്നു. ഇപ്പം ഏറെക്കുറെ എല്ലാവരും കൂടെ ഒരൊറ്റ കുണ്ടിലാണ്. എന്നിട്ട് പുതിയ വഴി കയറാം, നടന്ന് കയറാം. ഇവിടെ എല്ലാം അതെല്ലാം തെറ്റം വന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് ചോറിനോളൂ. പറയാ വള്ളായാലും വണ്ടി കയറ്റൂലെന്ന്. അല്ല, എൻ്റെ ഇജ്ജ് ശ്രദ്ധിച്ചോളാം, ഞാൻ കയറും. അതിന് പണിയുണ്ട്. 3 ആളും കൂടെ എന്താ ചെയ്യാ, വണ്ടി കയറാം. ഓനെ ബസ്സിനാണ് വിട്ടാൽ മതി. ആ ബസ് എടാ ഇവിടെ പാടാ കേട്ടോ. കല്ലൊക്കെ മേലാണ്, അങ്ങോട്ട് മേലെ കയറേണ്ടി വരും. ഇവിടെ വെറുതെ അല്ലേ ചോറ്. ഈ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. ഫുൾ പച്ചപ്പ് കുരുമുളക്. ആ ആൾക്കാരത് അവിടെ ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നടന്നു നോക്കണം, നോക്കട്ടെ എവിടെ എത്തും നോക്കാം. മേലത്തെ മലനിര നല്ല ഭംഗിയുണ്ട്. വ്യൂ നല്ല ഭംഗി. എന്താ പറയാനുള്ളത്?
എത്തൂല. എത്താണ് അത്രക്കൊന്നും വേണ്ട. പോയിട്ട് വരാം ഞങ്ങള്. ഇത് മറ്റേ ഡിസ്കവറിയില് അതേമാതിരി അന്നക്കൊണ്ടിന്റെ ഫിലിമിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടോളി. ഇവര് പിന്നെ ഭയങ്കര ധൈര്യാണ്. പോയോക്കാം. ശബാന വെല്ലുവിളിച്ച് പോകുന്നതാണ്. അന്നക്കൊണ്ട ഇടവഴി പൊന്തക്കാടൊക്കെ അതിന് ശേഷം ഞങ്ങളിത് വിശാലമായൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ അനുയായികളുണ്ട് കേട്ടോ. നോക്കാം നമ്മൾ. ഇപ്പോൾ ഫുള്ള് കല്ലുള്ള ഏരിയയാണ്. ഇവരെ കല്ലും മണ്ണുള്ള ഏരിയയാണോ ഇപ്പോൾ ഫുള്ള് കള്ളായി. ഞങ്ങളിങ്ങനെ മേലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നടക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ട്രക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും ട്രക്കിംഗ് ഇതിൽ ഇൻക്ലൂഡഡ് ആയി. താങ്ക്സ് ടു ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ബാർക്ക് മാരത്തൺ ഓടാൻ പോണ മുബാറക്കിന് എന്താ പറയാനുള്ളത്? ഞങ്ങളിപ്പോഴും തിരഞ്ഞോണ്ടിരിക്കുക കേട്ടോ, അങ്ങോട്ട് എത്തിയിട്ടില്ല. സംഭവം നല്ല രസമായിരുന്നു. ശിവാൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ഞങ്ങൾ 1 മണിക്കൂറോളം ട്രക്ക് ചെയ്തിട്ടുണ്ട്. കാലിന് നല്ല സ്ട്രെങ്ത്ത് വേണം, അല്ലാന്നുണ്ടെങ്കിൽ പരിപാടി നടക്കൂല. വരുന്ന വഴിയിൽ പല വൈബുള്ള ആളുകളുണ്ട്, വള്ളടിക്കുന്നവരുണ്ട്, അൽഫാമ് ചുറ്റുന്നവരുണ്ട്. നമ്മൾ വൈബായിട്ട് പോന്നു. ആൻഡ് ഫൈനലി വി അറൈവ്ഡ്. എത്തി അറ്റ് ലാസ്റ്റ്. ഇതാണ് കുരിശുംപാല. നിങ്ങൾക്ക് മേലക്കും കയറാം, അകത്തേക്ക് ഇറങ്ങുകയും ചെയ്യാം. പോലീസുകാർ അവിടെ ബ്ലോക്കാക്കി. നമ്മൾ ട്രക്ക് ചെയ്ത് വന്നു, വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് ഷബാനൊക്കെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നോക്കാം. സ്ഥലം എത്തിയിട്ട് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റിങ് ചെയ്യണില്ലല്ലോ. ഇവിടെ വന്ന് ഇവിടെ താഴത്താണ് ഡയറക്റ്റ് വണ്ടി ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് വണ്ടി വരാൻ അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ടൂറിസത്തിൻ്റെ പരിപാടികൾ നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ താഴത്തിറങ്ങിയിട്ട് കുറച്ചും കണ്ട് പോകുന്നപ്പോൾ റിട്ടേൺ പോകാന്നുള്ള പ്ലാനായി. അവിടെ ആകെ കൽക്കവെള്ളവും കാര്യങ്ങളുമാണ്. അപ്പോൾ ഒപ്പം 2 ആൾക്കാർ പുതിയതുണ്ട്. ഞാനും ശബാനും മുന്നേ വന്നതാണ്. ഇപ്പോൾ 2 ആൾക്കാർ പറഞ്ഞു ഒളിക്ക് കയറണം എന്നുള്ള ഇൻട്രസ്റ്റ്, കൗതുകമുണ്ട്. നമ്മൾ പിന്നെ വന്നുകൊണ്ട് ഇല്ല, വെള്ളം പിന്നെ താഴത്ത് തീരെ തണുപ്പില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് കുറവുണ്ടായി. അപ്പോൾ ഞാൻ തിരിച്ച് പോകാറുണ്ടപ്പോൾ ശബാന് പറഞ്ഞാൽ പോവാ, മേലേക്ക് കയറിയിട്ട് കാര്യമില്ല, അങ്ങോട്ട് എത്തൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ തീരെ പറ്റിയില്ല, എത്തൂല എന്ന് പറഞ്ഞത്. ഞങ്ങളിതാ ശബാൻ പറഞ്ഞ എത്തൂലാന്ന്, ശബാൻ പറഞ്ഞ എത്തൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശബാനെ ടാഗ് ചെയ്തോളാം. ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്താ കുളിക്കാൻ നിൽക്കണം. ഓക്കെ ഞങ്ങളിവിടെ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്നിട്ടാണ് റിട്ടേൺ പോയിട്ടുള്ളത്. ഏകദേശം മാരിബ സമയമായിട്ടുണ്ട്. റിട്ടേൺ പോകുമ്പോൾ അവിടുത്തെ പോലീസൊന്നുമില്ല. നമ്മൾ ചെക്കാൻ ശബാൻ തന്നെയാണ് ഞങ്ങളെ വന്ന് എടുത്തത്. ദിസ് ഈസ് ഫോർ ശബാൻ.